എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എനിക്കപ്പോൾ ഉള്ളത് നൂറുനിസയാണ്. നൂറുനിസ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാം ലബോറട്ടറി കോഴ്സ് പർച്ചേസ് ചെയ്തതാണ്. അത് പഠിച്ചതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു. ഇപ്പം സ്വന്തം ജില്ലയിൽ ഇത്തരം ജോലി കിട്ടി. വളരെ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ പഠന രഹസ്യങ്ങൾ എങ്ങനെ പഠിച്ചു, എങ്ങനെയാണ് ഈ ഉയർന്ന റാങ്ക് നേടിയത്, ഈ വലിയ വിജയം എങ്ങനെ നേടി എന്നൊക്കെ നമുക്കറിയാം. ആദ്യം നമ്മൾ സ്വയം പരിചയപ്പെടുത്താം. എവിടെയൊക്കെയായിരുന്നു ഡിഗ്രിയും പി ജി ഒക്കെ പഠിച്ചത്? ഞാൻ ഡിഗ്രി പഠിച്ച സെന്റ് സേവിയർസ് കോളേജ് തുമ്പയാണ്. 22 പാസ്സായി. പിന്നെ അത് കഴിഞ്ഞ് പി ജി യൂണിവേഴ്സിറ്റി കോളേജ് പാളയം. 24 പാസ് ഔട്ട് ആയി. പിന്നെ ബി എഡിനോടൊന്നും എനിക്ക് ടീച്ചിങ് താല്പര്യമില്ലായിരുന്നു. അപ്പൊ പിന്നെ വേറെ നെറ്റ് അങ്ങനെ നോക്കിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ PSC ആ സമയത്താണ് ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ വന്ന ടൈമായിരുന്നു. സെപ്റ്റംബറിലാണ് ഞാൻ ഇറങ്ങിയത്, പി ജി കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പൊ പിന്നെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയ സമയത്ത് മാസ്റ്റർ കീയുടെ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനത് എടുത്തത്. അത് കഴിഞ്ഞ് 22 ഡിഗ്രി കഴിഞ്ഞു, 24 PG കഴിഞ്ഞു, പിന്നീട് കോച്ചിങ്ങിലേക്ക് നല്ല കാര്യമാണ്. ഒരുപാട് ചില കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലോങ് ഗ്യാപ്പ് വരും. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് പി ജി കഴിഞ്ഞ് ഇനി ഉടനെ എന്തെങ്കിലും ജോലി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൽ ക്ലാസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ മാസ്റ്റർ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മാസ്റ്റർ കീ കൊള്ളാൻ. അങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പാടായിരുന്നു. ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ചേർന്നപ്പോൾ തന്നെ കൺഫർമേഷൻ വന്നു. അപ്പോൾ കുറച്ച് ടൈം, അതായത് നവംബറിലായിരുന്നു എക്സാം പറഞ്ഞിരുന്നത്. അപ്പോൾ സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 മാസമല്ലേ ഉള്ളൂ. അങ്ങനെ ക്ലാസ്സുകൾ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത്. കാണണോ വേണ്ടെന്ന് വെച്ചാൽ കണ്ട് തീരൂലെന്ന് എനിക്കൊരു ഇത് വന്നു. ആ സമയത്താണ് ഇലക്ഷൻ വന്നിട്ട് ഡേറ്റ് മാറ്റി ജനുവരിയിലാക്കി എക്സാം. അപ്പം എനിക്കൊരു ഇതായി, എനിക്ക് വേണ്ടിയിട്ട് ചിലപ്പം വന്നതാകുമെന്നൊരു അവസരം കിട്ടിയതല്ലേ. അങ്ങനെ ഞാൻ പിന്നെ നന്നായിട്ടിരുന്ന് ക്ലാസ്സുകളൊക്കെ കണ്ട് ഏകദേശം സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കും എല്ലാം കിട്ടിയത് മാസ്റ്റർ കെ അക്കാഡമിക്കാണ്. സമ്പൂർണ്ണ വിജയമാണ് ഈ കോഴ്സ് നമ്മൾ നേടിയത്. മാത്രമല്ല ഉയർന്ന റാങ്ക് വാങ്ങിച്ച എല്ലാവർക്കും ജോലിയും ആയി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ ക്ലാസ് ആദ്യം കണ്ട് ഒരുപാട് കൺഫർമേഷൻ മുമ്പാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഒരുപാട് ക്ലാസ് ഓൾറെഡി ആയി കഴിഞ്ഞു. അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് എക്സാം ഡേറ്റ് മാറ്റിയപ്പോഴത്തേക്കാണ് വീണ്ടും പഠിച്ചു തുടങ്ങിയല്ലേ. എങ്ങനെയായിരുന്നു? ഡെയിലി എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഡെയിലി ഞാൻ രാവിലെ ഒരു ഏകദേശം സമയം പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം രാത്രിയും 12 മണി വരെയൊക്കെ. രാവിലെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ രാത്രി 12 മണി 12:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ രാവിലെ എന്നാലും ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ഇതാക്കിയിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് റിവിഷൻ ചെയ്യുമായിരുന്നു. എന്നാലും ഡെയിലി ഒരു 8 മണിക്കൂർ പഠിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുക. 8 മണിക്കൂർ പഠിച്ചാൽ ജോലി കിട്ടും. അത് അതേ കണക്കിന് ഇത് പഠിച്ചാൽ. പിന്നെ കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് ഫോണാണ് ലാപ്ടോപ്പ് ആയിരുന്നു? ഫോണിൽ കൂടെ കണ്ടിട്ട് നോട്ട് തയ്യാറാക്കും. അതെ അതെ, എനിക്കും അതാ നന്നായിട്ട് തോന്നിട്ട്. പ്രിന്റ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഏറ്റവും കൂടുതലും ക്ലാസ് കണ്ട് നോട്ട് ചെയ്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ പ്രിന്റ് നോട്ട് അങ്ങനെ ജസ്റ്റ് നോക്കുമെങ്കിൽ ഞാൻ കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ക്ലാസ് കണ്ടിട്ട് അപ്പോഴും ഇരുന്ന് എഴുതിയെടുക്കുന്ന നോട്ടാണ്. കാരണം എക്സ്ട്രാ പോയിന്റ്സ് ക്ലാസ്സുകൾ പിന്നെയും കാണും. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് കണ്ട് നോട്ട് എഴുതിയിട്ട് അത് വെച്ചിട്ടാണ് റിവിഷൻ. ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരുന്നു. പിന്നെ അത്രയും സമയം കിട്ടാതായി. എങ്കിലും ഞാൻ മാക്സിമം കിട്ടുന്ന ടൈം റിവിഷൻ ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഇടുമല്ലോ, അപ്പം അത് റിവിഷൻ ചെയ്തിട്ട് എക്സാം എഴുതി പോവായിരുന്നു. അത് കൺഫർമേഷൻ ശേഷമാണ് ജോയിൻ ചെയ്തത്. പിന്നെ എക്സാം ഡേറ്റ് വന്നു. പിന്നീട് എക്സാം ഡേറ്റ് മാറ്റി വീണ്ടും പഠിച്ചു. ഈ ചോദ്യങ്ങൾ കൂടുതൽ ചെയ്തു തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഈ കൺഫർമേഷൻ ശേഷമാണോ അതോ എക്സാം അടുക്കുന്നതായിരുന്നു? എക്സാം അടുക്കുന്നതോറാണ് ഞാൻ. അപ്പോഴാണ് ഏകദേശം സിലബസ് ഒക്കെ കുറെ കവർ ചെയ്തു. ഓർഗാനിക് ആയിരുന്നു എനിക്ക് ഏറ്റവും പാട്. അപ്പൊ ആദ്യം ഇനോർഗാനിക്കും ഫിസിക്കലും ഞാൻ ഏകദേശം അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓർഗാനിക് അത്ര കുറച്ചേ നോക്കിയുള്ളായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ അത് നോക്കി. പിന്നെ അതിനിടയ്ക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ എക്സാം കൂടുതൽ നോക്കി. പിന്നെ നമ്മുടെ മോഡൽ എക്സാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അതെ അതെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലാസിന്റെ പവർ ആയിരിക്കും. അതെ അതെ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അതുകൊണ്ട് കിട്ടി. കാരണം എല്ലാ ക്ലാസ് നോട്ട് ഫുൾ അതിനകത്തുണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് കണ്ട് പഠിച്ചാൽ മാത്രം മതി. എക്സ്ട്രാ റെഫറൻസിന് ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇത് ക്ലാസ് മാത്രമാണ് കണ്ട് പഠിച്ചത്. പക്ഷെ അത് നല്ല എളുപ്പമായിരുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് പേര് സാറേ നിങ്ങളുടെ റാങ്ക് ഫയൽ തരാമോ, റാങ്ക് ഫയൽ വെച്ച് പഠിച്ചെനിക്ക് ജോലി കിട്ടും. ഞാൻ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷൻ ഉള്ള മാർഗം മാത്രമേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ.
നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ടു പഠിക്കണം, ഷോർട്ട് നോട്ട് തയ്യാറാക്കണം, അത് റിവിഷൻ ചെയ്യണം. എന്നിട്ട് ആ പഠിച്ചത് എത്രത്തോളം ഉണ്ട് അത് ഉറപ്പാക്കാനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റാങ്ക് ഫയൽ കണക്ട് ക്വസ്റ്റ്യൻ വർക്ക് കൂട്ടിയിട്ടുള്ളത്. ഇത് ആദ്യമേ റാങ്ക് ഫയൽ മാത്രം മതി, അതോ ആദ്യം കൂടെ നമുക്ക് പിന്നെ നോക്കത്തില്ല. ഇദ്ദേഹം ചെയ്ത് അങ്ങനെയല്ല. ഇദ്ദേഹം ചെയ്തത് കൃത്യമായിട്ട് വീഡിയോ ക്ലാസ് കണ്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കി അത് പഠിച്ച് റിവിഷൻ ചെയ്ത് മാക്സിമം ചോദ്യങ്ങൾ കേട്ടാണ് എക്സാമിൽ പോയത്. ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ആ കോൺഫിഡൻസ് കൂടെയാണ് എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞപ്പം ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്നു. ഞാൻ അന്ന് വന്നിട്ട് മാർക്ക് കൂട്ടി. അപ്പൊ എനിക്ക് നല്ല സങ്കടമായിരുന്നു, കാരണം സമയം കിട്ടിയില്ല. അത് എല്ലാവർക്കും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. കാരണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ വന്നിട്ട് മാർക്ക് ഇങ്ങനെ കൂട്ടിയപ്പം 70 അങ്ങനെ ഞാൻ സാറിനൊന്ന് വിളിച്ച് ചോദിച്ചു. അപ്പൊ സാർ അത് പറഞ്ഞായിരുന്നു, അത് കുഴപ്പമില്ല, ആദ്യത്തെ റാങ്കിൽ വരും, കിട്ടും. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സാറന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, എന്തായാലും ആദ്യത്തെ റാങ്കിൽ വരും. വിളിച്ചപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നല്ല മാർക്കാണ്, നല്ല മാർക്ക് ഉയർന്ന റാങ്ക് കിട്ടും. അത് നമ്മൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതിലേക്ക് ആ മാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ നമ്മളെ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ ഒരു റേഞ്ച് മാർക്ക് ഒരുപാട് പറഞ്ഞു. ഇതിനു ശേഷം റാങ്ക് ലിസ്റ്റ് വന്നു, 7 റാങ്ക് കിട്ടി അല്ലേ? അപ്പം വളരെ സന്തോഷമായിരുന്നു. എടാ വീട്ടിൽ വെച്ചാൽ നടന്നത് 7 റാങ്ക് ആണെന്ന്. ഉമ്മയും പാപ്പയൊക്കെ എന്താ പറഞ്ഞു? എല്ലാവർക്കും സന്തോഷമായി. ഓക്കെ. പിന്നീട് ഇതിനുശേഷം അഡ്വൈസ് വന്നു അല്ലേ? അഡ്വൈസ് വന്നു, ഇപ്പൊ ജോലി ചെയ്യാണ്. എങ്ങനെ ജോലിയുടെ നേച്ചറൊക്കെ എങ്ങനെ? ജോലി കുഴപ്പമില്ല, ഫുൾ ലാബ് വർക്കാണ്. പിന്നെ ഭയങ്കര പ്രഷർ അങ്ങനെയൊന്നുമില്ല, റിലാക്സ് ആയിട്ട് ചെയ്യാനൊക്കെ. കെമിസ്ട്രി പഠിച്ചത് കൊണ്ട് വളരെ സക്സസ്, നമ്മള് ഹാപ്പി. ചില ആൾക്കാരുണ്ട്, ഞാൻ BSc പഠിച്ചു, MSc പഠിച്ചു, എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ വേണ്ട, പക്ഷെ കെമിസ്ട്രി റിലേറ്റഡ് ജോലി വേണം. അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ചൂസി ആയിട്ടുള്ള ഒരു, കാരണം ഒരുപാട് എക്സാംസ് കെമിസ്ട്രി റിലേറ്റഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കെമിസ്ട്രി സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ ടീച്ചിങ് എന്ന പ്രൊഫഷൻ അല്ല, നിങ്ങൾക്ക് അനാലിസിസ് ആണ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് തുടക്കം എൻട്രി കേട്ടാണെന്ന് കരുതിയാൽ മതി. കാരണം അടുത്തൊരു സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികകളുണ്ട്, അതും ഡയറക്റ്റ് വിളിക്കും, അല്ലാതെ പ്രൊമോഷൻ വഴിയും കിട്ടും. അപ്പൊ എന്തായാലും ശരി തന്നെ, ഇദ്ദേഹം കാണിച്ച വലിയ മാതൃകയാണ്. 8 മണിക്കൂറോളം പഠിച്ചു. ആദ്യം കൺഫർമേഷൻ ശേഷമാണ് ജോയിൻ ചെയ്തത്. പഠിക്കാൻ സമയം കുറച്ചേ കിട്ടിയുള്ളൂ. എന്തോ ഒരു വലിയ ഭാഗ്യത്താല് എക്സാം ഡേറ്റ് മാറ്റി പഠിക്കാൻ സമയം കിട്ടി, നന്നായി പഠിച്ചു, വലിയ റാങ്ക് നേടി, ഇപ്പൊ ജോലി നേടിയിരിക്കുകയാണ്. ഇനി എല്ലാ ഇന്റർവ്യൂവിനും ചോദിക്കുന്ന കാര്യമുണ്ട്, പുതുതായിട്ട് വരുന്നവരോട് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും? എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ഒന്നാമത് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ സിലബസ് കവർ ചെയ്ത് തീരത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം. മാസ്റ്റർ കീ ആണ് ഞാൻ പറയുന്നത്. എല്ലാ പോർഷൻസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. പിന്നെ അത് നമ്മുടെ എഫേർട്ട് അനുസരിച്ച് നമ്മൾ പഠിച്ച് എടുക്കുക. കാരണം അത് പുറത്തുനിന്ന് ചോദിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല, അതിനകത്തുനിന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അത് ഉറപ്പാണ്. അത് എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മുടെ പിന്നെ മാക്സിമം നമുക്ക് ജോലി വേണം. ഇത് ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് പഠിച്ചാൽ മതി. ഒരുപാട് 10-15 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് ഓരോരുത്തർ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു 7 മണിക്കൂറൊക്കെ ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ, കിട്ടും. അപ്പോഴേ ഇരട്ടി സന്തോഷം നോക്കുന്ന കാര്യം എന്റെ മനസ്സിലുള്ളത്, ഈ MSc കഴിഞ്ഞ ശേഷം ഉടനെ ജോലി കിട്ടി. അങ്ങനെ കുറെ കുട്ടികളുണ്ട്, പഠിച്ചു കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടി. അതും ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള മേഖലയിൽ നമ്മുടെ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടാണ് കേരള PSC ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്, ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത്. ഇപ്പൊ മാസ്റ്റർ കീ അക്കാഡമിയിൽ കേൾക്കുമ്പോഴേ ആദ്യം പറയുന്ന കാര്യം കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം എന്നാണ്, ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കിന്റെ സ്ഥാപനം എന്നാണ്. അവിടുത്തെ നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷൻ ഉയർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ വലിയ റിസൾട്ട് വന്ന് ജോലി വാങ്ങിച്ചത്. ഇനി ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണോ അതോ പഠിത്തം കണ്ടിന്യൂ ചെയ്യുവാണോ? ഇല്ല, PG ലെവൽ ഒരു എക്സാം കിട്ടണമെന്നുണ്ട്. നമുക്ക് സയന്റിഫിക് ഓഫീസർ, ഫോറൻസിക് വിളിക്കും, ലബോറട്ടറി വിളിക്കും, ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. ജോലിയെ പറ്റി നമ്മൾ പറഞ്ഞു, പഠിച്ച രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് പറഞ്ഞ വാക്കുകൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേറ്റ് ആയി ചിന്തിക്കുന്നു. 8 മണിക്കൂറോളം പഠിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട് തയ്യാറാക്കി റിവിഷൻ ചെയ്തിട്ടാണ് പഠിച്ചിരിക്കുന്നത്. നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യുക. ഇതേ കണക്ക് ഒരു ഉയർന്ന ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇനിയും ഇതല്ല PG ലെവൽ ജോലി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനും ഞങ്ങളുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഭാഗമാകട്ടെ. ഞങ്ങൾ അതിനുവേണ്ടിയാണ് PG ലെവൽ റാങ്ക് പല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു.